ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വെജിറ്റേറിയൻ ഫുഡ് ലവേഴ്സിന് ഇന്നത്തെ വീഡിയോ വളരെ ഇഷ്ടമാകും. അതുകൊണ്ട് മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കും പറ്റിയ ഒരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാമോളം മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ ടൊമാറ്റോ, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ. കാരണം പിന്നീട് നമ്മളിത് വറകൊന്നും ഇടുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിക്കാം. ഇതിന് ഒത്തിരി ഓയിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ആദ്യമേ ഒഴിക്കുന്നത് കൊണ്ടാണ് കടുക് വറുക്കാത്തത് ലാസ്റ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലാസ്റ്റിലും ഒന്ന് കടുക് വറുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇത് കുക്കറിലൊന്ന് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഇനി ബാക്കി പൊടികൾ ചേർക്കാം. അപ്പോൾ ഇത് സാമ്പാർ പൊടിയല്ല, ഞാൻ പ്രത്യേകിച്ച് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേ അളവ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സാധാരണ മുളക് പൊടിയും എടുക്കാം കേട്ടോ. പക്ഷേ കാശ്മീരി ചില്ലി പൗഡറിന് ഒരു പ്രത്യേക കളറും ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എരിവും കുറവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ പരിപ്പ് നേരത്തെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തത്. അത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്. ആ വേവിച്ച പരിപ്പിലേക്ക് ഞാൻ ഈ ഉള്ളി വഴറ്റിയതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് കായം ചേർക്കേണ്ടത്. ഞാൻ വലിയൊരു കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളം, നമുക്ക് 1 കപ്പോളം വെള്ളം വേണം. അതിങ്ങനെ നിറഞ്ഞു തന്നെ നിൽക്കണം. ഇനി വെള്ളം ചിലപ്പോൾ വേണ്ടി വരും. നിങ്ങൾക്ക് സാമ്പാർ എത്രയാണ് ആ ലൂസ് കൺസിസ്റ്റൻസി വേണ്ട അതിനനുസരിച്ച് വെള്ളം യൂസ് ചെയ്യാം. കുറച്ച് ഉപ്പൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ്. ഇനി ഒരു 2 വിസിലാണ് എൻ്റെ കുക്കറിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ വിസിൽ തന്നെ ഇത് വേഗം. ഇനി നമുക്ക് പൊട്ടുകടല വെച്ച് ഒരു ചട്നി കൂടെ ചെയ്താലോ. ഞാൻ ഒരു 1/2 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടുകടല നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല ടേസ്റ്റുള്ള കടലയാണ്, എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഇനി ഒരു 2 ചെറിയ ഉള്ളിയും 1 വലിയ പച്ചമുളകും, 1 കഷ്ണം ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ. 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും, ഇത്രയുമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. മുളക് പൊടിയല്ല, പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ഞാൻ ഇത്തിരി കട്ടിയായിട്ടാണ് ഇത് എടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നാൽ ഫൈൻ പേസ്റ്റ് ആകണ്ട, ഇടയ്ക്ക് ആ പൊട്ടുകടലയുടെ ഒരു ഇത് കടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് തളിച്ചെടുക്കാം. അതിന് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. കടുക് പൊട്ടിച്ച് നമുക്ക് കുറച്ച് ഒരു ചെറിയ ഉള്ളി കഷ്ണിച്ച് അതിലോട്ടിട്ട് കൊടുക്കാം. അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും സാധാരണ കടുക് തളിക്കും പോലെ തന്നെയാണ്. എന്നിട്ട് നമുക്ക് ആ ചട്നി അതിലോട്ടിട്ട് 1 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 25 സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി പൊട്ടുകടല ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന്, എനിക്ക് ഇച്ചിരി കൂടെ വെള്ളം വേണമെന്ന് തോന്നിയത് കൊണ്ട് ആ മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നാലും നല്ല ഒരു സോളിഡ് സ്റ്റേജിൽ തന്നെയാണ് ഇരിക്കുന്നത് എൻ്റെ ചട്നി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാർ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റി, കുറച്ചുകൂടെ വലിയൊരു പാനിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കായത്തിൻ്റെ പൊടി കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിന് വേറെ സാമ്പാർ പൗഡറൊന്നും ആഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ ഈ ഒരു ചേരുവ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്നും വേണമെന്നില്ല ഈ സാമ്പാറിന്. ചെറിയ ഉള്ളിയും ടൊമാറ്റോയും മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ രണ്ടും ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ്സൂടെ ഇടുക. ഞാനിവിടെ നല്ല ചൂട് ദോശയും അതുപോലെ തന്നെ ഉഴുന്നുവടയും റെഡിയാക്കിയിട്ടുണ്ട്. ഉഴുന്നുവടയ്ക്ക് പറ്റിയ ഒരു ചട്നിയാണ് നമ്മുടെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ ചട്നി കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലിയുടെ കൂടിയും സൂപ്പർ കോമ്പിനേഷനാണ്. ഇവിടെ ദോശ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ദോശയാണ് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കൊതി വരുന്നുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓടിപ്പോയി ദോശയുടെ മാവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ടേസ്റ്റിയായ വീണ്ടും ഒരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.